ഇനി മൂന്നാമത്തെ അക്കൗണ്ട് ആണ് ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഫോർമാറ്റ് നോക്കി നമുക്ക് എത്ര കോളംസ് ഉണ്ട്? 4 കോളംസ് വരുന്നുണ്ട്. ഡെബിറ്റ് സൈഡിൽ 2 കോളം, ക്രെഡിറ്റ് സൈഡിൽ 2 കോളം. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഡെബിറ്റ് സൈഡ് നോക്കി ആദ്യം ഇരിക്കുന്നതാണ് ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ്. നിങ്ങൾ ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ ഒരു ബ്രാഞ്ച് എക്സ്പെൻസിന്റെ റേറ്റ് നിങ്ങൾ കണ്ടില്ലായിരുന്നു? ഓക്കെ, കണ്ടോ? അപ്പോൾ അത് ക്രെഡിറ്റ് കിടക്കല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യണത്? അത് ഡെബിറ്റിലോട്ട് വരണം. അപ്പോൾ അവിടെ ബ്രാക്കറ്റ് മെൻഷൻ ആരൊക്കെയാണ്? ഡിസ്കൗണ്ട്, പാഡസ്, അലോവൻസ് അല്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റണം? ഡെബിറ്റ്സിലോട്ട് മാറ്റണം. കണ്ടല്ലോ? ഓക്കെ. ഇനി ബ്രാഞ്ചിൽ കുറച്ച് എക്സ്പെൻസിൽ വരുമെന്ന് പറഞ്ഞില്ലായിരുന്നോ? അപ്പോൾ ആ എക്സ്പെൻസിൽ ഏതൊക്കെ ആവാം? സാലറി ആവാം, വേജസ് ആവാം, റെന്റ് ആൻഡ് റേറ്റേഴ്സ്, ഫ്രൈറ്റ്, അഡ്വർടൈസിങ്. അപ്പോൾ ഏതൊക്കെ എക്സ്പെൻസ് വന്നാലും, അതായത് ഈ എക്സ്പെൻസിന് പുറമെ വേറെ എന്തെങ്കിലും എക്സ്പെൻസ് വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഡെബിറ്റ് എന്തെന്ന് പറയും? ടു ബാങ്ക് എന്ന് പറഞ്ഞിരുന്നു. ഓക്കെ. ഈ എക്സ്പെൻസിലെല്ലാം ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് കാണിച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് മാറ്റിയത്. കാരണം അത് ഡെപ്റ്റേഴ്സിന് റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസുകളാണ്. ഇതെന്ന് പറഞ്ഞാൽ ഡെപ്റ്റേഴ്സിന് റിലേറ്റീവ് ആയിട്ടുള്ള എക്സ്പെൻസ് അല്ല. ഓക്കെ. അത് ബ്രാഞ്ചിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ അത് സാലറി ആവാം, വേജസ് ആവാം, റെന്റ് ആൻഡ് റേറ്റേഴ്സ് ആവാം, ഫ്രൈറ്റ് ആവാം, അഡ്വർടൈസിങ് ആവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ ടു ബാങ്ക് അക്കൗണ്ട് എന്ന് പറഞ്ഞ് എഴുതും. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ ഈ 2 ഐറ്റം മാത്രമേ ഉള്ളൂ ഡെബിറ്റ് സൈഡ് വരുന്നത്. ഓക്കെ അല്ലേ? ബാലൻസ് ചെയ്യുമ്പോൾ ഏ സൈഡ് കുറവ് വരും, ഈ സൈഡ് കുറവ് വരും. അപ്പോൾ നമ്മൾ അത് എന്തുകൊണ്ട് മാറ്റണം? ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് മാറ്റണം. അതാണ് ഇരിക്കുന്നത്. ബൈ ബ്രാഞ്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് നിങ്ങൾക്ക് മനസ്സിലായി ട്രാൻസ്ഫർ ചെയ്തിരിക്കുക. അതായത് ഈ അക്കൗണ്ടിലേക്ക് നമ്മൾ ചെയ്യണം, ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഇതായിരിക്കും ഡിഫറൻസ് എമൗണ്ട് വരുന്നത്. കാരണം ഈ സൈഡ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ സൈഡ് മാത്രമേ ഉള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രോബ്ലം നോക്കാം. കണ്ടല്ലോ? ഓക്കെ. അപ്പോൾ നിങ്ങൾ നോക്കി, നിങ്ങൾ രണ്ടാമത് വെച്ച അക്കൗണ്ട് കണ്ടോ? ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്. അവിടെ നമ്മൾ ക്രെഡിറ്റ് സൈഡ് ബൈ ബ്രാഞ്ച് എക്സ്പെൻസ്. അവിടെ ആരെ വന്നത്? ഡിസ്കൗണ്ട് ആയിരുന്നു 200 രൂപ. അപ്പോൾ 200 നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലേക്ക് കാണിച്ചിട്ടുണ്ട്. കണ്ടല്ലോ? ടു ബ്രാഞ്ച് ഡെപ്റ്റേഴ്സിൻ്റെ ഡിസ്കൗണ്ട് എത്ര രൂപ? 200 എന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ. ഇനി അടുത്ത എന്താ നോക്കി? എന്താ പറയുന്നത്? ടു ബാങ്ക് അല്ലേ? അപ്പോൾ അതെന്തായിരിക്കാം? ബ്രാഞ്ചിൽ വരുന്ന എക്സ്പെൻസിലാണ്. അത് നമ്മുടെ ക്വസ്റ്റിനകത്ത് പറയുന്നുണ്ട്. അതാണ്ട് ക്യാഷ് റെമിറ്റൻസ് ടു ബ്രാഞ്ച് 4 കണ്ടോ? റെന്റ് ആൻഡ് റേറ്റേഴ്സ്, സാലറീസ്, സണ്ടറി എക്സ്പെൻസ്, ഇതെല്ലാം എന്താണത്? ബാങ്കിലോട്ട് മാറ്റണം. അപ്പോൾ നമ്മൾ ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ടിൽ നമ്മൾ ടു ബാങ്ക് എന്ന് പറഞ്ഞ് 200 പ്ലസ് 1000 പ്ലസ് 200 അതോടെ കൂട്ടുമ്പോൾ എത്രയും 1400 വരും. കണ്ടല്ലോ? അപ്പോൾ ഈ 2 ഐറ്റം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാലൻസ് ചെയ്യണം. അപ്പോൾ 1400 കൂടെ കൂട്ടുമ്പോൾ എത്രയും 1600. അപ്പോൾ ഈ 1600 തരണം. 2 സൈഡ് ഒരുപോലെ വേണം. ഡിഫറൻസ് ഇല്ലാത്തതുകൊണ്ട് ആ എമൗണ്ട് എന്ത് ചെയ്യാം? ക്രെഡിറ്റ് സൈഡിൽ കാണിക്കുക. അപ്പോൾ നമ്മൾ എന്താ തരും? ബൈ ബ്രാഞ്ച് പി ആൻഡ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ എങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ഈ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. നമ്മൾ ട്രാൻസ്ഫർ ആയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് നമ്മൾ കണ്ടുപിടിച്ചറിയാൻ വേണ്ടി. ഓക്കെ. ഇനി നാലാമത്തെ അക്കൗണ്ടാണ് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട്. കണ്ടോ? ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ആയിരിക്കും എത്ര കോളം വരയ്ക്കണം? 4 കോളംസ് വരയ്ക്കണം. ഡെബിറ്റ് സൈഡ് 2 കോളം, ക്രെഡിറ്റ് സൈഡ് 2 കോളംസ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നമ്മുടെ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് ഇൻവോയ്സ് പ്രൈസിൽ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് നമുക്ക് എന്ത് കൊടുക്കേണ്ടി വരും? ലോഡിങ് കൊടുക്കേണ്ടി വരും അല്ലേ? അപ്പോൾ എവിടെയൊക്കെ ലോഡിങ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും അല്ലേ? അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിന് ലോഡിങ് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ചെയ്യണം? ഡെബിറ്റ് സൈഡിൽ ടു സ്റ്റോക്ക് റിസർവ് നടക്കും. ഓപ്പണിംഗ് അല്ല, ക്ലോസിംഗിൻ്റെ ആണെങ്കിൽ. കണ്ടല്ലോ? ഓപ്പണിങ്ങിനാണെങ്കിലോ ഇപ്പുറത്തോട്ട് എഴുതും അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ ഓപ്പണിംഗ് സ്റ്റോക്കിൻ്റെ എമൗണ്ട് തരുവാണെങ്കിൽ ആ എമൗണ്ട് എന്ത് ചെയ്യണം? 25% നമുക്കിവിടെ പഠിക്കണം. അപ്പോൾ 25/125 എടുക്കണം. ഓക്കെ അല്ലേ? ക്ലോസിംഗ് ആണെങ്കിലോ ക്ലോസിംഗിൻ്റെ എമൗണ്ട് ഇൻറ്റു 25/125 അപ്പോൾ രണ്ടിലും കിട്ടും. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റിനകത്ത് നമുക്ക് എന്തില്ലായിരുന്നു? ഓപ്പണിംഗ് സ്റ്റോക്ക് മെൻഷൻ ചെയ്യില്ല, ക്ലോസിംഗ് സ്റ്റോക്ക് മാത്രമേ മെൻഷൻ ചെയ്യുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ടു സ്റ്റോക്ക് റിസർവ് പറഞ്ഞിട്ട് ബ്രാക്കറ്റ് ക്ലോസിംഗിൻ്റെ ലോഡിങ്ങിന് കിട്ടാം. നമുക്കിത് വരുന്നില്ല. ഓക്കെ. 2 വരുവാണെങ്കിൽ 2 വേണം, ഇല്ലെങ്കിൽ വേണ്ട. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ ലോഡിങ് ഉണ്ടല്ലോ. അപ്പോൾ അതെന്ത് ചെയ്യണം? അത് നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. കണ്ടല്ലോ? അത് ഇതുപോലെ തന്നെ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെ എമൗണ്ട് എടുത്തിട്ട് 25/125 എടുക്കണം. ഇനി അതിനകത്ത് റിട്ടേൺ ഉണ്ടായിരുന്നല്ലോ, അവരെന്ത് ചെയ്യണം? അത് ഇങ്ങോട്ട് എഴുതും. കണ്ടോ? അപ്പോൾ ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൻ്റെ ബ്രാക്കറ്റ് ലോഡിങ്ങും റിട്ടേൺ എഴുതി. കണ്ടോ? മനസ്സിലായോ? ഇത് ഓപ്പണിങ്ങിൻ്റെതും ഇത് ക്ലോസിങ്ങിൻ്റെയും അവരെന്തിലോട്ട് മാറ്റി? സ്റ്റോക്ക് റിസർവ് എഴുതി. ബാക്കി രണ്ടാമത്തെ പേരങ്ങ് എഴുതിയാൽ മതി. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് ഇവിടെ എഴുതും, റിട്ടേൺ ആണെങ്കിൽ ഇവിടെ എഴുതും. കണ്ടല്ലോ? ഓക്കെ. ഇനി അടുത്തത് നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് കൊണ്ടുവരുമ്പോൾ നമുക്ക് ഡിഫറൻസ് ആകുമ്പം ഒന്നെങ്കിൽ ഷോർട്ടേജ് അല്ലെങ്കിൽ സർപ്ലസ് ഇല്ലല്ലോ. അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? ലോഡിങ് കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്വസ്റ്റിനകത്ത് എന്തില്ലായിരുന്നു? സർപ്ലസും ഷോർട്ടേജും പറഞ്ഞില്ല. അത് 2 സൈഡ് ടാലി ആയതുകൊണ്ടാണ്. അഥവാ വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അതും ഇതുപോലെ എഴുതണം.
കണ്ടല്ലോ. ഷോർട്ടേജ് ആണെങ്കിൽ നമ്മൾ ലോഡിങ് ആയിട്ട് അത് ബ്രാഞ്ച് സ്റ്റോക്കിലാണല്ലോ. അപ്പോൾ നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്കിനായിട്ട് അതിൻ്റെ ലോഡിങ് കണ്ടിക്കണം. ഇപ്പോൾ ഷോർട്ടേജ് വന്ന എത്ര എമൗണ്ട് ആണോ അതിൻ്റെ ചെയ്യണം 25 ഡിവൈഡ് ബൈ 125 എടുക്കണം. ഇവിടെ കണക്കിന് എടുക്കണം. മനസ്സിലായോ? ഓക്കെ. നെക്സ്റ്റ് വൺ. ഇത് നമുക്ക് ലോസ് സംഭവിച്ചെന്ന് അറിയില്ലല്ലോ. ലോസ് അത് ഇവിടെ വേണം. കണ്ടല്ലോ. കണ്ടോ? ലോസാണ് സംഭവിക്കുന്നത് നമ്മൾ ഇവിടെ വരും കേട്ടോ. നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്കിൽ ലോസിന് എഴുതിയില്ലാട്ടോ. അതിവിടെ കാണിക്കണം. മനസ്സിലല്ലോ? ഓക്കെ. ഇനി നമ്മുടെ അക്കൗണ്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ബാലൻസ് ചെയ്യുമ്പം ഈ സൈഡ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്തെന്ന് പറയും? ഗ്രോസ് പ്രോഫിറ്റ്. അത് നമ്മൾ എന്തിലോട്ട് മാറണം? ബ്രാഞ്ച് ബിയാൻഡ് അക്കൗണ്ട് പറഞ്ഞു തരണം. ഈ സൈഡ് കൂടുവാണെങ്കിലോ ഈ സൈഡിൽ ബ്രാഞ്ച് ബിയാൻഡ് അക്കൗണ്ട് അത് ഗ്രോസ് ലോസ് ആയിരിക്കും. ഓക്കെ. ഈ സൈഡ് കൂടുവാണെങ്കിൽ ഗ്രോസ് പ്രോഫിറ്റും ഈ സൈഡ് കൂടുവാണെങ്കിൽ ഗ്രോസ് ലോസും. അത് നമ്മൾ എന്താണെന്ന് പറയും? ബിയാൻഡ് അക്കൗണ്ട് എന്ന് പറയും. ബ്രാഞ്ച് ബിയാൻഡ് അക്കൗണ്ട് അത് ആ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ എത്ര മനസ്സിലായോ? അപ്പോൾ എന്തോ ഞാൻ പറഞ്ഞത്, ഇത് ക്ലോസിങ്ങിൻ്റെ ലോഡിങ്ങും ഇത് ഓപ്പണിങ്ങിൻ്റെ ലോഡിങ്ങും. ഇത് കൂട്സ് സെൻറ്റ് ബ്രാഞ്ചിൻ്റെ ലോഡിങ്ങും ഇതെന്താണ്? കൂട്സ് സെൻറ്റ് ബ്രാഞ്ചിൻ്റെ റിട്ടേണിൻ്റെ ലോഡിങ്ങും. ഓക്കെ അല്ലേ? നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ എന്ത് കിട്ടും? ഷോർട്ടേജോ സർപ്ലസ് കിട്ടും. അത് ഷോർട്ടേജ് ആണ് വരുന്നെങ്കിൽ നമ്മൾ ഇവിടെ എഴുതും, സർപ്ലസ് ആണ് വരുന്നെങ്കിൽ ഇവിടെ എഴുതും. അത് ലോഡിങ്, അതായത് അവിടെ കിട്ടിയ എമൗണ്ടിന് 25 ഡിവൈഡ് ബൈ 125 എടുക്കണം. ഇപ്പോൾ നമ്മുടെ ആ ക്വസ്റ്റിനകത്ത് അതില്ലാത്തതുകൊണ്ട് നമുക്ക് ഈ രണ്ട് കാര്യം നോക്കണ്ട. പിന്നെ നമുക്കൊരു നഷ്ടം വന്നില്ല പറയില്ല, ലോസ്. ആ നഷ്ടം വരുവാണെങ്കിൽ അത് ഡെബിറ്റ് ടു ബ്രാഞ്ച് സ്റ്റോക്കിനാണ്. നമ്മൾ ആ അക്കൗണ്ടിൽ പറിച്ചിട്ടുണ്ടായിരുന്നു. ഓർക്കുന്നുണ്ടോ? ഓക്കെ. കണ്ടോ? ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് ലോഡിങ് എത്ര രൂപ? 20 രൂപ. ഈ എമൗണ്ട് ആണ് എവിടെ കാണിക്കുന്നത്? ഇതാണ്ട് ഡെബിറ്റ് നമ്മൾ എഴുതുന്നത്. കണ്ടോ? ലോസ് ഗുഡ്സും പറഞ്ഞ് ആ എമൗണ്ട് കാണിക്കും. കണ്ടല്ലോ? പിന്നെ ഡിഫറൻസ് അറിയാലോ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാമേ. കണ്ടോ? ഞാൻ പറഞ്ഞ പോലെ കണ്ടല്ലോ. അപ്പോൾ നമ്മൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് കൂടി വരയ്ക്കുവാണ്. ഇത് എന്തിൻ്റെയാണ്? ഇത് ക്ലോസിങ്ങിൻ്റെയാണ് അല്ലേ? അപ്പോൾ അതാണ്ട് സ്റ്റോക്ക് റിസർവ് പറയും. ക്ലോസിംഗ് എമൗണ്ട് എത്രയാണ്? 8000 രൂപ. അതിവിടെ തന്നിട്ടുണ്ട് 8000. കണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യണം 8000 25 ബൈ 125 എത്ര രൂപ? 1600. ഇതെന്താണ്? ഗുഡ്സ് സെൻറ്റ് ബ്രാഞ്ചിൽ. അപ്പോൾ 50000 25 ഡിവൈഡ് ബൈ 125 എത്ര വരും? 10000 രൂപ. ഇതെന്താണ്? റിട്ടേൺ അല്ലേ? അപ്പോൾ 2 ഗുഡ്സ് സെൻറ്റ് ബ്രാഞ്ച് 2400 25 ബൈ 125. കണ്ടോ? ഇത് ഗുഡ്സ് സെൻറ്റിൻ്റെ എമൗണ്ടും ഇത് റിട്ടേണിൻ്റെ എമൗണ്ടും 480 വരും. കണ്ടല്ലോ? ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്തോട്ടെ? ബ്രാഞ്ച് അക്കൗണ്ട് വരുമ്പോൾ നമുക്ക് എന്തുകൊണ്ട് തന്നെ അവിടെ ഒരു ബൈ ബ്രാഞ്ച് അഡ്ജസ്റ്റ് നമ്മൾ കണ്ടു എത്രയാണ്? 20 രൂപ. അപ്പോൾ അവരെന്ത് ചെയ്യണം? ഇങ്ങോട്ടേക്ക് മാറ്റണം. അതാണ് ഇവിടെ മാറ്റിയിരിക്കുന്നത്. കണ്ടോ? ടു ബ്രാഞ്ച് സ്റ്റോക്ക് ലോഡിങ് ഡിഫക്റ്റ് കിട്ടും എത്ര രൂപ? 20 രൂപ. അപ്പോൾ നമുക്ക് ഇത്ര ഐറ്റംസ് വന്നിട്ടുള്ളൂ. സർപ്ലസും ഷോർട്ടേജും വന്നിട്ടില്ല. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ബാലൻസ് എടുക്കാം. അപ്പോൾ ബാലൻസ് ചെയ്യുമ്പം ഈ സൈഡാണ് കൂടുതൽ, അപ്പോൾ ഈ സൈഡ് കുറവുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ എന്തോ പറയും? ടു ബ്രാഞ്ച് ബിയാൻഡ് അക്കൗണ്ട്. അതെന്താണിത്? ഗ്രോസ് പ്രോഫിറ്റ് എത്ര രൂപ? 7900. കണ്ടല്ലോ? ഓക്കെ. അപ്പോൾ നമ്മുടെ 4ാമത്തെ അക്കൗണ്ട് കഴിഞ്ഞു. ഇനി അടുത്ത അക്കൗണ്ട് ഏതാണ്? 5ാമത്തെ അക്കൗണ്ടാണ് അല്ലേ? അപ്പോൾ 5ാമത്തെ അക്കൗണ്ട് ഏതാണ്? ബ്രാഞ്ച് പ്രോവിഷൻ ലോസ് അക്കൗണ്ടാണ് അല്ലേ? അപ്പോൾ ബ്രാഞ്ച് പ്രോവിഷൻ ലോസിൻ്റെ ഫോർമാറ്റ് നോക്കി. നിങ്ങൾ 3ാമത് വരച്ച ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് ഉണ്ടോ? അത് ക്രെഡിറ്റ് സൈഡിൽ ബൈ ബ്രാഞ്ച് ബിയാൻഡ് അക്കൗണ്ട് ട്രാൻസ്ഫർ അക്കൗണ്ടോ? ആ എമൗണ്ട് നിങ്ങൾ ചെയ്യണം. ബിയാൻഡ് അക്കൗണ്ട് ഡെബിറ്റ് സൈഡിലേക്ക് കാണിക്കണം. ടു ബ്രാഞ്ച് എക്സ്പെൻസ് ട്രാൻസ്ഫർ എമൗണ്ട് എത്ര രൂപ? 1600. കണ്ടല്ലോ? ഓക്കെ. ഇത് ഞാൻ ഫോർമാറ്റ് ആണ്. ഈ ഫോർമാറ്റിനകത്ത് എനിക്ക് എമൗണ്ട് എഴുതാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ എഴുതിയതേ ഉള്ളൂ. അത് പെൻസിൽ എഴുതിയിരിക്കുകയാണ് കേട്ടോ. നിങ്ങൾ അക്കൗണ്ട് വരച്ചിരിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നിങ്ങൾ 4ാമത്തെ അക്കൗണ്ട് അടിച്ച ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഉണ്ടോ? അവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടിയായിരുന്നു? ഡിഫറൻസ് ഡെബിറ്റ് ടു ബ്രാഞ്ച് ബിയാൻഡ് അക്കൗണ്ട് കണ്ടോ? ഗ്രോസ് പ്രോഫിറ്റ് എത്ര രൂപ? 7900. അപ്പോൾ ആ എമൗണ്ട് എന്ത് ചെയ്യണം? അത് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കണം. ഗ്രോസ് ലോസ് ആണ് വരുന്നെങ്കിലോ അത് നമ്മൾ ഡെബിറ്റിലോട്ട് മാറ്റും കേട്ടോ. ഇതിപ്പോൾ നമുക്ക് ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് അക്കൗണ്ട് ഡെബിറ്റ് വന്നതുകൊണ്ടാണ് നമ്മളിവിടെ കാണിച്ചത്. ക്രെഡിറ്റിലോട്ട് മാറ്റിയത്. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി അതേപോലെ ബ്രാഞ്ച് സ്റ്റോക്കിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഷോർട്ടേജ് ആണ് വരുന്നെങ്കിൽ അത് ഇവിടെയാണ്, സർപ്ലസ് ആണ് വരുന്നെങ്കിൽ അത് ഇവിടെയാണ്. ഇതിപ്പോൾ നമുക്ക് രണ്ടും വന്നിട്ടില്ല. ഓക്കെ അല്ലേ? ഓക്കെ. പിന്നെ അതേപോലെ നമ്മൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് വരുമ്പോൾ നമുക്ക് അവിടെ എന്തുണ്ടായിരുന്നു? ക്രെഡിറ്റ് സൈഡ് ബ്രാഞ്ച് ബിയാൻഡ് അക്കൗണ്ട് കോസ്റ്റിന് എത്ര? 80 രൂപ. അപ്പോൾ അത് എന്ത് ചെയ്യണം? ബ്രാഞ്ച് ബിയാൻഡ് അക്കൗണ്ട് ഡെബിറ്റിലോട്ട് മാറ്റണം. കണ്ടോ? ടു ബ്രാഞ്ച് സ്റ്റോക്ക് ലോസ് ഗുഡ്സ് ലോഡിങ് കണ്ടോ? അതിൻ്റെ ഡിഫക്റ്റിന് എമൗണ്ട് എത്ര രൂപ? 80 രൂപ. കണ്ടല്ലോ? അപ്പോൾ എത്ര ഐറ്റംസേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ എന്തൊക്കെ വരും ഈ ബ്രാഞ്ച് ബിയാൻഡ് ഫോർമാറ്റിനകത്ത്? ബ്രാഞ്ച് എക്സ്പെൻസ് അക്കൗണ്ട് വരയ്ക്കുമ്പോൾ ക്രെഡിറ്റ് സൈഡ് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യും. അത് നമ്മൾ ഡെബിറ്റിലോട്ട് മാറ്റുന്നു. ഓക്കെ അല്ലേ? അതോടൊപ്പം ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെന്റ് വരയ്ക്കുമ്പോൾ ഡെബിറ്റ് സൈഡ് ഗ്രോത്ത് പ്രോഫിറ്റ് ഉണ്ടോ? അതെന്ത് ചെയ്യണം? അത് നമ്മൾ ഇങ്ങോട്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. ലോസ് ആണെങ്കിൽ നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ
ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഇരിക്കുമ്പോൾ അവിടെ എന്ത് വരും? ലോഡിങ്, അതായത് ഷോർട്ടേജ് സർപ്ലസ്. അപ്പോൾ ഷോർട്ടേജ് ആണ് വരുന്നെങ്കിൽ ഇവിടെ എഴുതും, സർപ്ലസ് ആണെങ്കിൽ ഇവിടെ എഴുതും. ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ ഒരു ലോസ് സംഭവിച്ചില്ലേ? അപ്പോൾ അവിടെ എന്ത് ചെയ്യണം? അത് ക്രെഡിറ്റ് കിടക്കുന്നുണ്ട്, എന്ത് ചെയ്യണം? ഡെബിറ്റോട് മാറ്റും. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് എന്ന് പറഞ്ഞ് ഡെബിറ്റ് കാണും 80 രൂപ. കണ്ടല്ലോ? ഡിഫറൻസ് വരുമ്പോൾ ബാലൻസ് ചെയ്യണ്ടേ? ബാലൻസ് ചെയ്യുമ്പോൾ ഈ സാധനമാണ് കൂടുതൽ. ഇപ്പോൾ ഇവിടെ എത്ര കിടപ്പുണ്ട്? 7,900 ഉണ്ട്. ഇതിലൂടെ കൂട്ടുമ്പോൾ എത്ര വരും? ഒരു എമൗണ്ട് കിട്ടും. മനസ്സിലായോ? അപ്പോൾ ഈ സൈഡാണ് കൂടുതൽ. അപ്പോൾ ഈ സൈഡ് കൂടുവാണെങ്കിൽ നമ്മൾ ചെയ്യണം, രണ്ട് സൈഡ് ഒരുപോലെ കാണിക്കും, ഡിഫറൻസ് കിട്ടും. അപ്പോൾ നമ്മൾ ഇതിലൂടെ മാറ്റണം, ജനറൽ ബിയാൻഡ് അക്കൗണ്ട് ചെയ്യണം, ഇവിടെ പ്രാക്കറ്റ് നെറ്റ് പ്രോഫിറ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ഈ സൈഡ് കൂടുവാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? ജനറൽ പ്രോഫിറ്റ് ലോസ് ഒക്കെ പ്രാക്കറ്റ് നെറ്റ് പ്രോഫിറ്റ് ചെയ്യണം. അഥവാ ഈ സൈഡ് കൂടുവാണെങ്കിലോ ഇവിടെ ജനറൽ പ്രോഫിറ്റ് ലോസ് ഒക്കെ പ്രാക്കറ്റ് നെറ്റ് ലോസ് ചെയ്യണം. കണ്ടല്ലോ? രണ്ടിൽ ഏതെങ്കിലും ഒന്നേ വരത്തോളൂ. ഓക്കെ അല്ലേ? ഓക്കെ. ഇതിൽ ലാസ്റ്റ് ഏത് അക്കൗണ്ടാണ്? ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ച് അക്കൗണ്ട്. അപ്പോൾ അത് വരയ്ക്കണം, അത് ഒരു പാടുമില്ല. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഫോർമാറ്റ് നോക്കി കണ്ടോ? ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ക്രെഡിറ്റ് കിടക്കുന്ന റിട്ടേൺ നടക്കണം. ഗുഡ്സ് സെൻഡ് ടു ബ്രാഞ്ചിൽ പറഞ്ഞ് കണ്ടോ? റിട്ടേൺ കണ്ടോ? 2,400 കണ്ടോ? അപ്പോൾ ആ എമൗണ്ട് എന്ത് ചെയ്യണം? ഇവിടെ കാണിക്കും. മനസ്സിലായോ? അതോടൊപ്പം തന്നെ ഡെബിറ്റ് കിടക്കുന്ന ഗുഡ്സ് സെൻഡ് ബ്രാഞ്ച് ഉണ്ടോ? ഡെബിറ്റ് കിടക്കുന്നത് അത് ഏത് അക്കൗണ്ട് കിടക്കുന്ന? ബ്രാഞ്ച് സ്റ്റോക്ക്. അപ്പോൾ അതെന്ത് ചെയ്യണത്? അത് നമ്മൾ ഇവിടെ കാണിക്കും. മനസ്സിലായല്ലോ? ഓക്കെ അല്ലേ? ഓക്കെ. ഇനി നിങ്ങൾ ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് വരച്ചില്ലായിരുന്നോ? അവിടെ എവിടെയെങ്കിലും ഉണ്ടോ നോക്കണം. ഇതാണ്ട് ഇവിടെ ഒരെണ്ണം കിടക്കുന്നത്, ഇവിടെ ഒരെണ്ണം കിടക്കുന്നത്. അപ്പോൾ ഇവനെ എങ്ങോട്ട് മാറണം? ക്രെഡിറ്റിലോട്ട് മാറണം. ഇവനെ എങ്ങോട്ട് മാറണം? ഡെബിറ്റിലോട്ട് മാറണം. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? കണ്ടല്ലോ? അപ്പോൾ ഇത്രയുണ്ട് ഐറ്റംസ്. കണ്ടോ? അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്കിലും കാണും, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റിൽ കാണും. അപ്പോൾ രണ്ടിടത്ത് നോക്കണം. അപ്പോൾ അത് ഓപ്പോസിറ്റ് സൈഡായിട്ടാണ് എഴുതുന്നത്. അതാത് അക്കൗണ്ട് പേരാണ്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പോൾ നോക്കി, അപ്പം ഈ സൈഡ് കുറവ് വരും. അപ്പോൾ ഈ സൈഡ് കുറയുമ്പോൾ നമ്മൾ എന്തത് പറയും? ട്രേഡിംഗ് അക്കൗണ്ട് എന്ന് പറയണം. എത്ര രൂപ? 38,080 രൂപ. കണ്ടല്ലോ? ഈ സൈഡ് കൂട്ടുമ്പോൾ എത്ര വരും? 50, 450 വരും. ഇവിടെ കൂട്ടുമ്പോൾ എത്ര വരും? 12, 400 വരും. അപ്പോൾ ഇവിടെയാണ് കുറവുള്ളത്. അപ്പോൾ നമ്മൾ 38,080 വരും. അപ്പോൾ എത്ര വരും? മനസ്സിലായോ? അപ്പോൾ ഈ ഫോർമാറ്റ് നല്ലപോലെ പഠിക്കണം. മനസ്സിലായോ? ഇവിടെ അങ്ങനെ ആരായിട്ട് ഓർഡർ എടുക്കണം. അപ്പോൾ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വരുന്ന അർത്ഥം. കേട്ടോ? എത്ര? വളരെ സിമ്പിളാണ്, ഒരു പാടില്ല. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? അപ്പോൾ എൻട്രി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? അപ്പോൾ എൻട്രി എങ്ങനെ ഉണ്ടാക്കുന്നത്? നിങ്ങളെന്ന് പറഞ്ഞേ. ഇത് ബാലൻസ് ബി ഡി സി ഡി ഉണ്ടോ? അവരെ ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ എൻട്രി പറഞ്ഞേ. അപ്പോൾ ഇതിൻ്റെ എൻട്രി പറഞ്ഞേ: ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട് ഡെബിറ്റ്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ലോസ് ഓഫ് ഗുഡ്സ്. നമ്മൾ രണ്ടടി വഴിയില്ല. അപ്പോൾ അവിടുത്തെ എൻട്രി വരും. അപ്പോൾ ബ്രാഞ്ച് പി ആൻഡ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് അക്കൗണ്ട് ഡെബിറ്റ് ടു ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്, പിന്നെ ഗുഡ്സ് സെൻഡ് ബ്രാഞ്ച് അക്കൗണ്ട് ഡെബിറ്റ് ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട്. പിന്നെ ഇത് വേണ്ട, ഷോർട്ടേജിലാണെങ്കിൽ അവിടെ രണ്ടാക്കുമല്ലോ, സർപ്ലസ് അവിടെ രണ്ടാക്കണേ. അപ്പോൾ അതിൻ്റെ എൻട്രി വേണം. അപ്പോൾ ഈ സെൽ എൻട്രി മനസ്സിലല്ലോ? അപ്പോൾ ഈ സെൽ എൻട്രി പറഞ്ഞേ ഇത് വേണ്ട. അപ്പോൾ ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ്, ഗുഡ്സ് സെൻഡ് ബ്രാഞ്ച് അക്കൗണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് ഡെബിറ്റ്, ബ്രാഞ്ച് ഡെപ്റ്റേഴ്സ് അക്കൗണ്ട്, ബ്രാഞ്ച് സ്റ്റോക്ക് അക്കൗണ്ട് സർപ്ലസ്. അപ്പോൾ രണ്ടെണ്ണം വരും. അത് ബ്രാഞ്ച് ബിയാൻഡും ബ്രാഞ്ച് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യും. അപ്പോൾ അതങ്ങ് എൻട്രി ക്ലോസ് ചെയ്യണം. അതോടൊപ്പം ഇങ്ങനെ കേട്ടോ. ബാലൻസ് വഴി നമുക്ക് വേണ്ട, സി ഡിയും വേണ്ട, ബാക്കി നമുക്ക് എൻട്രി ഉണ്ടാക്കാം. മനസ്സിലായോ? അത്രേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ എൻട്രി നിങ്ങൾക്ക് തന്നെ ഉണ്ടാക്കാനേ ഉള്ളൂ. ഓക്കെ. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം.